നമസ്കാരം. തൃശൂർ വിഷൻ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വാറ്റുചാരവുമായി 67കാരൻ അറസ്റ്റിൽ. ആനത്താരകൾ പുനഃസ്ഥാപിക്കലാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളി പ്രവേശന കവാട സമുച്ചയവും വനശ്രീ ഇക്കോ ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള പോലീസ് സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പ് 2026 കേരള പോലീസ് അക്കാദമി ഡോൾഫിൻ അക്വാട്ടിക് കോംപ്ലക്സിൽ തുടക്കമായി. തൃപ്രയാർ ജലോത്സവത്തിന് 20-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5-ന് കൊടിയേറും. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വാറ്റുചാരവുമായി 67കാരൻ അറസ്റ്റിൽ. ചാലക്കുടി റേഞ്ചിലെ ചായപ്പൻകുഴി ചൂളക്കടവ് ഭാഗത്തു നിന്നാണ് പാണമ്പറമ്പിൽ ശിവദാസൻ പിടിയിലായത്. തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ എൻ സുന്ദർശനകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. പ്രതിയെ ചാലക്കുടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിശോധനയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും വനിതാ സിവിൽ എക്സൈസ് ഓഫീസറും ഡ്രൈവറും ഉൾപ്പെടെയുള്ള സംഘം പങ്കെടുത്തു. ആനത്താരകൾ പുനഃസ്ഥാപിക്കലാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളി പ്രവേശന കവാട സമുച്ചയവും വനശ്രീ ഇക്കോ ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനസംരക്ഷണത്തിനും പരിസ്ഥിതി സൗഹൃദ വികസനത്തിനും മുൻഗണന നൽകുന്നതിനും വനാതിർത്തികളിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമാണ് സംസ്ഥാന സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് വനം വന്യജീവി നൈപുണ്യ വികസന വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശന കവാട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനാതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം പ്രതികരിക്കുന്ന രീതിയിൽ വനം വകുപ്പിനെ മാറ്റുകയാണ് ലക്ഷ്യം. അതിരപ്പള്ളി മേഖലയിൽ ജനവാസ കേന്ദ്രങ്ങളിൽ വീൽ സൃഷ്ടിച്ച 18 കാട്ടാനകൾ ഉൾക്കാട്ടിലേക്ക് തുരത്തുന്നതിനായി കഴിഞ്ഞ 2.5 മാസമായി 100-ലധികം ഒരു സംഘം ജീവൻ പണയം വെച്ചാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഈ അധ്വാനത്തെ കാണാതെയുള്ള വിമർശനങ്ങൾ മനോവീര്യം തകർക്കുമെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവേശന കവാട സമുച്ചയം നിർമ്മിച്ചത്. കൂടാതെ വാഴച്ചാൽ വനവികസന ഏജൻസിയുടെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തിയാക്കിയ അതിരപ്പള്ളി വനശ്രീ ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനവും നവീകരിച്ച വാഴച്ചാൽ വനശ്രീ ഇക്കോ ഷോപ്പിന്റെ സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. വാഴച്ചാൽ GWLP സ്കൂൾ ഓഡിറ്റോറിയം നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബഹനാൻ MP വിശിഷ്ടാതിഥിയായി. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡോക്ടർ L ചന്ദ്രശേഖരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം വനസംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും അങ്ങേയറ്റം പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴും പരിസരത്ത് അധിവസിക്കുന്ന ജനവിഭാഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തുല്യമായ പ്രാധാന്യം കൊടുത്തു തന്നെയാണ് പോകുന്നത്. ലോകത്തെല്ലായിടത്തും വനമുള്ളിടത്ത് വനാതിർത്തിയിൽ സംഘർഷമുണ്ട്. കേരളവും വ്യത്യസ്തമല്ല. പക്ഷെ നമുക്ക് അവരുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കുന്ന ഒരു വകുപ്പായി വനം വകുപ്പിനെ മാറ്റണം എന്ന് തന്നെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഞാൻ വനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം വനത്തിലേക്ക് വന്നത് ഇവിടെ തന്നെയാണ്. അന്ന് അവിടെ ശ്രീ മോഹൻ്റെ മരണത്തെ തുടർന്ന് വീട് സന്ദർശിക്കാനും റിവ്യൂ നടത്താനും അന്നെടുത്ത തീരുമാനപ്രകാരം 100 പേര് കഴിഞ്ഞ ഏകദേശം 1.5 മാസക്കാലമായി ജീവൻ പണയം വെച്ചുകൊണ്ട് ഇതിനെ ഓടിക്കുന്ന ശ്രമത്തിലാണ്. കേരള പോലീസ് സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പ് 2026 കേരള പോലീസ് അക്കാദമി ഡോൾഫിൻ അക്വാട്ടിക് കോംപ്ലക്സിൽ തുടക്കമായി. കായിക യുവജനക്ഷേമ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OG ജനീഷ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാർച്ച് പാസ്റ്റ് സല്യൂട്ട് മന്ത്രി സ്വീകരിച്ചു. രാജൻ J. പല്ലൻ MLA, കേരള പോലീസ് അക്കാദമി ഡയറക്ടറായ IG K. സേതുരാമൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ്, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ PA മുഹമ്മദ് ആരിഫ്, അസിസ്റ്റന്റ് ഡയറക്ടർ KK മൊയ്തീൻകുട്ടി,
അസിസ്റ്റന്റ് ഡയറക്ടർ എസ് നജീബ്, കേരള പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ CP അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓഗസ്റ്റ് 19 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. തൃപ്രയാർ ജലോത്സവത്തിന് 20-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5-ന് കൊടിയേറും. കിഴക്കേനട സരയൂ തീരത്ത് അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. 26-ന് തിരുവോണനാളിലാണ് തൃപ്രയാർ ജലോത്സവം നടക്കുക. 20-ലധികം ഇരുട്ടുകുത്തി ചുരുളൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുക. ഉച്ചതിരിഞ്ഞ് 2-ന് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ഗീതാ ഗോപി MLA ജലഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതുതായി സജ്ജീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ അവണങ്ങാട്ടിൽ കളരി വിഷ്ണുമായ ക്ഷേത്രം മേധാവി പുതുതായി സജ്ജീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു. സാങ്കേതിക വിദ്യാധിഷ്ഠിത പഠനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി ആധുനിക സംവിധാനങ്ങളോടെയാണ് പുതിയ കമ്പ്യൂട്ടർ ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ പ്രായോഗിക പരിശീലനവും സാങ്കേതിക നൈപുണ്യ വികസനവും കൂടുതൽ ഫലപ്രദമാക്കാൻ ലാബ് സഹായകമാകും. NES കോളേജ് പ്രിൻസിപ്പൽ NC അനീജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P വിനു ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. NES സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, ട്രഷറർ TU സുഭാഷ് ചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് AM സിദ്ധപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായ CS ഗണേശൻ, PH സൈനുദ്ദീൻ, CG അജിത് കുമാർ, ENR കൃഷ്ണൻ, ശശിധരൻ മാസ്റ്റർ, അധ്യാപകരായ ലതിമോൾ MV, ശശിധരൻ V, അങ്കിത, രൂപ, ലിജിന, ദീപ, ശില്പ, ശ്രീജിതേ, ശരണ്യ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭൗതികമായിട്ടുള്ള സാഹചര്യത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ലാബ് ചെയ്യുന്നു എന്ന് പ്രിയപ്പെട്ട ചെയർമാൻ എന്നെ വിളിച്ച് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ NES കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ഞാനും എൻ്റെ പൂർവികരുമായിട്ടുള്ള കാരണവന്മാരെല്ലാവരും അതിൽ വളരെ താല്പര്യമെടുത്ത് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. അതിനുശേഷം ഞാൻ ആ രംഗത്തേക്ക് ആ സ്ഥാനത്ത് വരികയും ആ ബന്ധം പിന്നീട് തുടർന്നുകൊണ്ട് പോകാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന പല ഫംഗ്ഷനുകളിലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ട്. ഈ മനോഹരമായിട്ടുള്ള കലാലയം നമ്മുടെ നാട്ടിൽ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പുഴയോരത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള കലാലയം സ്ഥിതി ചെയ്യുന്നതും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഭാസുരമായിട്ടുള്ളൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓണക്കാലം കൂടിയാണ്. എല്ലായിടത്തും ഓണത്തിൻ്റെ അലയൊഴികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. എവിടെ നിന്നാലും പാട്ടുകളും കഥകളും കേൾക്കാവുന്നൊരു സമയം. കൊടുങ്ങല്ലൂരിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർക്ക് ഗുരുതര പരിക്കേറ്റു. സേലം ഡിവിഷനിലെ സ്റ്റേഷൻ മാസ്റ്റർ ചേർപ്പ് സ്വദേശി അഭിജിത്തിനാണ് നട്ടെല്ലിന് പരിക്കേറ്റത്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂരിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഫയർ സ്റ്റേഷൻ റോഡിലെ ഭാര്യ വീട്ടിൽ സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ഓൺലൈൻ ഡെലിവറി ബോയിയെ കാത്ത് റോഡിൽ നിൽക്കുകയായിരുന്ന അഭിജിത്തിനെ ഒരു കൂട്ടം തെരുവ് നായ്ക്കൾ ആക്രമിക്കാൻ എത്തിയപ്പോഴാണ് വീണ് നട്ടെല്ലിന് ക്ഷതമേറ്റത്. തുടർന്ന് അഭിജിത്ത് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ആലപ്പാട് പള്ളിപ്പുറം റോഡിൽ കൂറ്റൻ ലോറി റോഡിൽ കുടുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു. ആലപ്പാട് കുണ്ടോളിക്കടവിൽ സ്വകാര്യ വ്യക്തിക്കായി വീട് നിർമ്മാണ സാമഗ്രികളുമായി എത്തിയ ലോറി തിരിക്കുന്നതിനിടയിൽ ഇടവഴിയിൽ താഴ്ന്നു കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ഇതര സംസ്ഥാനത്തു നിന്ന് ടൈലുകളുമായി എത്തിയ ലോറിയാണ് മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങിയത്. താന്യം ഗ്രാമപഞ്ചായത്തിന്റെ കർഷക ദിനാഘോഷ പരിപാടിയിൽ നിന്ന് BJP പ്രതിനിധിയെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് BJP താന്യം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. BJP ജില്ലാ കമ്മിറ്റി അംഗം PR സിദ്ധൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BJP പെരിങ്ങോട്ടൂര ഏരിയ പ്രസിഡന്റ് സുഖേന്ദു സെൻ അധ്യക്ഷത വഹിച്ചു. P കൃഷ്ണനുണ്ണി, പ്രകാശൻ കണ്ടങ്ങത്ത്, EP ഹരീഷ്, രതീഷ് TG, നിഷ പ്രവീൺ, NS ഉണ്ണിമോൻ, സുഗതൻ NS, രാജേന്ദ്രൻ TK, പ്രവീൺ കരിപ്പാറ, മുരളി കല്ലാറ്റ്, കവിത ഷൺമുഖൻ, സുധീർ പൊറ്റേക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി. ചാഴൂർ, താന്യം, അന്തിക്കാട് കുടിവെള്ള പദ്ധതികളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് എത്രയും വേഗം കുടിവെള്ള വിതരണം ആരംഭിക്കണമെന്ന് KSKTU ചേർപ്പ് ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പഴുവിൽ JP സംഘം ഹാളിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. MV മുകേഷ് അധ്യക്ഷനായി. കേന്ദ്ര കമ്മിറ്റി അംഗം ലളിത ബാലൻ, സംസ്ഥാന കമ്മിറ്റി അംഗം AS ദിനകരൻ, ജില്ലാ കമ്മിറ്റി അംഗം സിജി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി MV മുകേഷ് പ്രസിഡന്റായി, KC രമേശിനെ സെക്രട്ടറിയായി, MB സഹദേവനെ ട്രഷററായി തെരഞ്ഞെടുത്തു. ഒരിടവേളയ്ക്ക് ശേഷം വാർത്താ നേരം തുടരും. നിങ്ങളുടെ ലാപ്ടോപ്പിന്റെ പെർഫോമൻസ് കുറഞ്ഞു,
ലാപ്ടോപ്പിൽ ചാർജിംഗ് കപ്പാസിറ്റി കുറഞ്ഞു. വിഷമിക്കേണ്ട, ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടറുകളുടെയും ഏതു പ്രശ്നങ്ങളും ഉടനടി റിപ്പയർ ചെയ്തു കൊടുക്കുന്നു. കൂടാതെ എല്ലാവിധ കമ്പ്യൂട്ടർ അനുബന്ധ കണക്ടറുകളും കേബിളുകളും ഇവിടെ ലഭിക്കുന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള തൃപ്പയാറിലെ ഏക സ്ഥാപനം ലൈവ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ലാപ്ടോപ്പ് റിപ്പയറിംഗ് സെന്റർ. ഫോൺ 9946048988. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. വാർത്താ നേരം തുടരുന്നു. കർഷക ദിനത്തിൽ നാട്ടിക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ കൃഷിയിൽ പ്രാവീണ്യം തെളിയിച്ച യുവ വനിതാ കർഷകരടക്കം 50ഓളം പേർക്ക് കർഷക മോർച്ച നാട്ടിക മണ്ഡലം കമ്മിറ്റി ആദരവ് നൽകി. BJP എറണാകുളം മേഖല വൈസ് പ്രസിഡന്റും കർഷക അവാർഡ് ജേതാവുമായ അനീഷ് ഇയാൽ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ദയാനന്ദൻ ഏറാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രേമദാസ് വെങ്ങാലി, വേലായുധൻ മയൂർ, CG പ്രസാദ്, ബിജോയ് പുളിയമ്പ്ര, അംബിക പ്രസാദ് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിത കർമ്മസേന അംഗങ്ങൾക്കും ആശാ വർക്കർക്കും അംഗൻവാടി വർക്കർമാർക്കും ഓണക്കോടി സമ്മാനിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബില പ്രസാദ്. ഓണത്തിന് മുന്നോടിയായാണ് നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലകളിലുള്ളവർക്ക് ഓണക്കോടി സമ്മാനിച്ചത്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഓണക്കോടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ PC മണികണ്ഠൻ, നിഷ ഉണ്ണികൃഷ്ണൻ, MV വിമൽ കുമാർ, ET സോജൻ, KS ദിവാകരൻ, സുധി അലക്കൽ, റസൽ നാട്ടിക, CR രാജൻ എന്നിവർ ചടങ്ങിൽ നേതൃത്വം നൽകി. കയ്പമംഗലം കാളമുറി കിഴക്ക് വ്യാപാരി സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. KK വത്സരാജ് ML ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രശ്മി സജിത് അധ്യക്ഷയായി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്, SI ജയകുമാർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, ട്രഷറർ PV ഇബ്രാഹിം, യൂത്ത് വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് TS മുബാറക്, വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റ് ഫാത്തിമ സന്തോഷ്, സിദ്ദിഖ് ഹാഫ് മൂൺ, KN സജീവൻ, വിജയകുമാർ, സെൽവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശത്തിൻ പോരാട്ട പാതയിൽ സംഘടിക്കാം കരുത്തരാവാം എന്ന പ്രമേയത്തിൽ ഉണർവ് 2026 സംഘടനാ ക്യാമ്പയിന്റെ ഭാഗമായി പ്രവാസി സംഗമം നടത്തി. 3 പിടിക ലീഗ് ഹൗസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പ്രവാസി സംഗമം പ്രവാസി ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് VH ജമാലുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് PT മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KK അഫ്സൽ മുഖ്യപ്രഭാഷണം നടത്തി. പ്രവാസി ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി PA മുജീബ് റഹ്മാൻ, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കറിയ, പഞ്ചായത്ത് ട്രഷറർ KU അഷ്റഫ്, ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി PM സൈനുദ്ദീൻ, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA നൂറുദ്ദീൻ, ജനറൽ സെക്രട്ടറി TM മൻസൂർ, വനിതാ ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി സൽമ മാഹി, പഞ്ചായത്ത് പ്രസിഡന്റ് ആഷിദ സാജിദ്ദീൻ, പ്രവാസി ലീഗ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് നൌഷാദ് ചാമക്കാല, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി PA അബ്ദുൾ ജലീൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AM അബ്ദുള്ള കുട്ടി, പ്രവാസി ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് AV അബ്ദുൾ സലാം എന്നിവർ സംസാരിച്ചു. പ്രവാസി ലീഗ് പഞ്ചായത്ത് ഭാരവാഹികളായി പ്രസിഡന്റ് MV അബ്ദുൾ സലാം, ജനറൽ സെക്രട്ടറി PA സാജിദ്ദീൻ, ട്രഷറർ PS ബഷീർ എന്നിവരെ സംഗമം തെരഞ്ഞെടുത്തു. BJPയിൽ നിന്ന് നേരിട്ടത് കടുത്ത അവഗണനയെന്ന് ദേവൻ. പ്രവർത്തിക്കാൻ അവസരം നൽകാതെ അവഗണിച്ചു. താൻ ചോദിച്ച പ്രൊപ്പഗണ്ട സെക്രട്ടറി സ്ഥാനം ലഭിച്ചില്ല. 2023 സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിവാക്കി. തന്നെ ഒഴിവാക്കിയാണ് R ശ്രീലേഖയെ ആ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നല്ല പാർട്ടി വിടുന്നത്.
പാർട്ടി കമ്മിറ്റികളിലോ യോഗങ്ങളിലോ പങ്കെടുക്കുന്നതിനാൽ ഫണ്ട് വിവാദങ്ങളെക്കുറിച്ച് അറിയില്ല. 2 വർഷമായി ഒരു യോഗത്തിലും കമ്മിറ്റികളിലും പങ്കെടുത്തിട്ടില്ല. ശ്രീനാരായണ ദർശനങ്ങളാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നത്. രാഷ്ട്രീയത്തിൽ തുടരുമെന്നും BJP ലയിച്ച സ്വന്തം പാർട്ടി പുനരുജ്ജീവിപ്പിക്കുമെന്നും ദേവൻ പറഞ്ഞു. കൊരട്ടിയിൽ ബൈക്ക് സൈലൻസറിന്റെ അമിത ശബ്ദം ചോദ്യം ചെയ്ത യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയും 3 കൂട്ടാളികളും പിടിയിൽ. ബൈക്ക് സൈലൻസറിന്റെ അമിത ശബ്ദം ചോദ്യം ചെയ്തിട്ടുള്ള വൈരാഗ്യത്താൽ 2 യുവാക്കളെ കല്ല്, ഹെൽമറ്റ്, വടി എന്നിവ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 4 പ്രതികളെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് കട്ടപ്പുറം സ്വദേശി പുളിക്കൽ വീട്ടിൽ സുജിത്, ചാലക്കുടി VR-പുരം സ്വദേശി പടിഞ്ഞാറെ വീട്ടിൽ അഞ്ചൽ, മുരിങ്ങൂർ തെക്കുമുറി വില്ലേജ് കടപ്പുറം വീട്ടിൽ പുത്തൻപുരക്കൽ വീട്ടിൽ എബിൻ, കാതിക്കുളം സ്വദേശി പുല്ലൂത്ത് വീട്ടിൽ അതുൽ കൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. ഇതിൽ സുജിത് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ്. നിയമ നടപടികൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് 24 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറി. 9 പുലിക്കളി സംഘങ്ങൾക്കായി കേന്ദ്ര സർക്കാരിന്റെ 24 ലക്ഷം രൂപയുടെ ധനസഹായം സുരേഷ് ഗോപി കൈമാറി. നേരത്തെ പുലിക്കളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപി പ്രഖ്യാപിച്ച ധനസഹായം വൈകുന്നതിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ചേറ്റുവയിൽ കാറിടിച്ച് തമിഴ്നാട് സ്വദേശിനി മരിച്ചു. ഉഴുന്തൂർപേട്ട കിളിയൂർ വില്ലപുരം മുനിയപ്പന്റെ ഭാര്യ 56 വയസ്സുള്ള സുശീലയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 11 ദേശീയപാതയിൽ MES സെന്ററിന് തെക്ക് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ചാവക്കാട് ഭാഗത്തു നിന്ന് വന്നിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് ഇടിച്ചത്. ഉടൻ തന്നെ ചേറ്റുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോടന്നൂരിൽ വിവാഹമുറപ്പിച്ച യുവാവിനെയും യുവതിയെയും കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. കോടന്നൂർ കൈലാത്ത് വീട്ടിൽ 25 വയസ്സുള്ള അശ്വിനാണ് ചേർപ്പ് പോലീസിന്റെ പിടിയിലായത്. ഞായറാഴ്ച രാത്രി 8:30 ആയിരുന്നു സംഭവം. കോടന്നൂർ സെന്ററിലെ പെർഫെക്റ്റ് സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തിയപ്പോഴാണ് ഇവർക്ക് നേരെ ആക്രമണമുണ്ടായത്. പുത്തൂർ ചെമ്പക്കണ്ടം കുന്നമ്പള്ളി വീട്ടിൽ അരുണുമായി വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന യുവതിയെയും പ്രതി കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ യുവാവിന്റെ നെഞ്ചിലും യുവതിയുടെ വയറിലുമാണ് കുത്തേറ്റത്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, SI മൗഷമി, ASI മാരായ ഷീജ, ജയചന്ദ്ര, ആരിഫ്, CPO-മാരായ അജിത് കുമാർ, ലിജിമോൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വാടാനപ്പള്ളിയിൽ KSEB ജീവനക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ഞായറാഴ്ച രാത്രി KSEBയുടെ വാടാനപ്പള്ളി ഓഫീസിൽ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി. രാത്രി 11:30 KSEB ഓഫീസിലെത്തിയ വാടാനപ്പള്ളി സ്വദേശി നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും കയ്യിലെ മൊബൈൽ ഫോൺ വലിച്ചെറിയുകയും ചെയ്തതാണ് പരാതി. ഇത് സംബന്ധിച്ച് വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. KSEB ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ കുറ്റക്കാരനെതിരെ തക്കതായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് KSEBയിലെ വിവിധ യൂണിറ്റുകളിൽ പെട്ടവർ വാടാനപ്പള്ളി സെന്ററിൽ പ്രതിഷേധ സമരം നടത്തി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി K അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. KSEB INTUC സംസ്ഥാന കമ്മിറ്റി അംഗം ആൻഡോ അധ്യക്ഷനായി. KSEB വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം രഞ്ജിത്ത്, KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ്, കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ബിച്ചു, KSEB വാടാനപ്പള്ളി വർക്കേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി KS രാജേഷ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്ക്. ചാവക്കാട് റൂറൽ ബാങ്ക് ഡയറക്ടറും ബ്ലാങ്ങാട് ബീച്ച് സ്വദേശിയുമായ ഓട്ടോ ഡ്രൈവർ VV അഷ്റഫിനാണ് പരിക്കേറ്റത്. അഷ്റഫിനെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ഇരട്ടപ്പുഴ കോളനിപ്പടിയിലായിരുന്നു അപകടം. ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി എക്സൈസ് നടത്തിയ പരിശോധനയിൽ 5 ലിറ്റർ വാറ്റുചാരയുമായി 67കാരൻ അറസ്റ്റിൽ. ആനത്താരകൾ പുനഃസ്ഥാപിക്കലാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. അതിരപ്പള്ളി പ്രവേശന കവാട സമുച്ചയവും വനശ്രീ ഇക്കോ ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരള പോലീസ് സംസ്ഥാന നീന്തൽ ചാമ്പ്യൻഷിപ്പ് 2026 കേരള പോലീസ് അക്കാദമി ഡോൾഫിൻ അക്വാട്ടിക് കോംപ്ലക്സിൽ തുടക്കമായി. തൃപ്രയാർ ജലോത്സവത്തിന് 20-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 5-ന് കൊടിയേറും. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു.
നന്ദി, നമസ്കാരം.